ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണിന്ന്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്വാദാണ്. ഹൽവയ്ക്ക് വേണ്ടി ഗോതമ്പ് പൊടിയും ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി. ശർക്കര നല്ല മധുരമുള്ള ശർക്കരയാണ്, അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഉണ്ട ശർക്കര ഗ്രേറ്റ് ചെയ്ത് എടുത്താണത്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഒരേ അളവിലാണ് എടുക്കണേ. ഗോതമ്പിൻ്റെ ഇരട്ടി, അതായത് 2 കപ്പ് വെള്ളം വേണം. വെള്ളത്തിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കാം, തിളപ്പിച്ചെടുക്കാം. പാവ് കാച്ചണ്ട, നൂൽപ്പാകാവൊന്നും വേണ്ട, എല്ലാം അലിഞ്ഞൊന്ന് തിളച്ചു വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലയിച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് ശർക്കര പാനി അരിച്ചെടുത്ത് വയ്ക്കാം. 3/4 കപ്പ് നെയ്യാണ് ഈ ഹൽവയ്ക്ക് വേണ്ടേ. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. ആൽമണ്ട് നീളത്തിൽ കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരി ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. കളറ് മാറി, ഇനി കോരി മാറ്റാം. കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. ഗോതമ്പ് പൊടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ റോസ്റ്റായി വരണം. ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്, കളറും ഇനി മാറി വരും. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ടകൾ ശർക്കര പാനിയിൽ ലയിച്ചോളും. 1 കപ്പ് വരെ നെയ്യ് ഹൽവയിൽ ചേർക്കാം. നമ്മൾ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ 3/4 കപ്പാണ് എടുത്തേക്കണേ. കളറും മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി. ഒരു 15-20 മിനിറ്റ് സമയം വേണം. ചെറിയ ഫ്ലെയിമിലാണല്ലോ ഉണ്ടാക്കണേ, അതുകൊണ്ട്. ഇനി ശർക്കര പാനി ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഗോതമ്പ് പൊടി ശർക്കര പാനിയിൽ വെന്തു വരും. കട്ടകൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞോളും. ഇതിൽ വേറെ കളറോ എസൻസോ ഒന്നും നമ്മൾ ചേർക്കണില്ല. ഇങ്ങനെ 5 മിനിറ്റ് കുറുക്കിയിട്ട് പാനിയിൽ നിന്ന് വിട്ട് വരണ പോലെ ആയിട്ടുണ്ട്. നട്ട്സ് ചേർത്തെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശർക്കര പാനി ഒഴിച്ചിളക്കുമ്പോൾ കട്ട കെട്ടും ചിലപ്പോൾ. ശരിക്കും അലിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിൽ പൾസ് ചെയ്തെടുത്താൽ കട്ടകളൊക്കെ ഇല്ലാണ്ട് കിട്ടിക്കോളും. അത് വീണ്ടും കുറച്ച് നേരം കൂടി പാനിലേക്ക് തന്നെ മാറ്റിയിട്ട് യോജിപ്പിച്ചാൽ മതി. അങ്ങനെ പൾസ് ചെയ്യണ്ടെങ്കിൽ, കട്ടകൾ ഉടഞ്ഞില്ലെങ്കിൽ പിന്നെ നട്ട്സ് ചേർക്കുന്നതിന് മുമ്പ് വേണം അങ്ങനെ ചെയ്യാൻ. ഇനി കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ചേർന്ന് വന്നു. ഇത്തിരി കട്ടിയിലായി. ലൂസ് ഹൽവയാണ്. ചൂടോടെ കഴിക്കാം, തിരുനെൽവേലി ഹൽവയൊക്കെ കഴിക്കുന്ന പോലെ. ഇനി മാറ്റാം. അങ്ങനെ ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. മതിയാവണത്ര കഴിക്കാൻ പറ്റും. നെയ്യും മധുരവും ഒക്കെ പാകത്തിനേ ഉള്ളൂ. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.